പശ്ചിമേഷ്യൻ യുദ്ധത്തിന് പിന്നാലെ ഹോട്ടലുകൾക്കുള്ള LPG വിതരണം നിർത്തി. ഓൾ ഇന്ത്യ LPG ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഫെഡറേഷന്റേതാണ് തീരുമാനം. ആരോഗ്യം, പ്രതിരോധം തുടങ്ങിയ അവശ്യ സർവീസുകൾക്ക് മാത്രം വിതരണം പരിമിതപ്പെടുത്താനാണ് തീരുമാനം. മൊത്തത്തിലുള്ള സ്ഥിതി മെച്ചപ്പെടുന്നതുവരെ തീരുമാനം തുടരും. അനിൽ ജോർജ് ആണ് വിവരങ്ങളുമായി ചേരുന്നത്. അനിൽ ജോർജ്, ഹോട്ടലുകളെ സംബന്ധിച്ച്, വ്യാപാരികളെ സംബന്ധിച്ച് ഏറെ പ്രതിസന്ധിയിലാക്കുന്ന നടപടി, തീരുമാനം, എങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു തീരുമാനം വന്നിരിക്കുന്നത്? സ്വാതി, കടുത്ത പ്രതിസന്ധിയിലേക്കാണ് ഹോട്ടൽ മേഖല അടക്കമുള്ള വാണിജ്യ മേഖലകളിലെ പ്രശ്നം. ഈ പാചകവാതകത്തിൻ്റെ ഷോർട്ടേജ് സംബന്ധിച്ചുള്ള പ്രശ്നം പ്രതിസന്ധിയായി മാറുന്നത്. ഹോട്ടലുകൾ 25 ദിവസത്തെ ഇടവേളയിൽ മാത്രമേ ബുക്കിംഗ് അടക്കം അനുവദിക്കൂ എന്നും ഒപ്പം തന്നെ സിലിണ്ടറിൻ്റെ വിലവർധനവ് അടക്കമുള്ള കാര്യങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായി. ഇപ്പോൾ വീണ്ടും കടുത്ത നിയന്ത്രണത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നതോടുകൂടി ഹോട്ടലുകൾക്ക് അല്ലെങ്കിൽ ഇത്തരം വ്യാവസായിക മേഖലകൾ അടക്കം സിലിണ്ടറുകൾക്ക് കടുത്ത നിയന്ത്രണം വരുന്നതോടുകൂടി ഹോട്ടൽ വ്യവസായത്തെ സംബന്ധിച്ചിടത്തോളം അത് കനത്ത തിരിച്ചടിയായി മാറും എന്ന കാര്യം ഉറപ്പാണ്. ഹോട്ടലുകൾ ഏതാണ്ട് പൂട്ടുന്ന അവസ്ഥയിലേക്ക് തന്നെ പോകും എന്നുള്ള കാര്യവും ഉറപ്പാണ്. നിലവിൽ പശ്ചിമേഷ്യയിലെ യുദ്ധസമാനമായ സാഹചര്യം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അതിനൊരു അയവുണ്ടാകുന്നതുവരെ ഇത്തരം നിയന്ത്രണങ്ങൾ തുടരും എന്ന് തന്നെയാണ് ബന്ധപ്പെട്ട ആളുകൾ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ പ്രതിസന്ധി സംസ്ഥാനത്തടക്കം ഇത്തരം രൂക്ഷമായിരിക്കുന്ന പ്രതിസന്ധിയെ മറികടക്കാൻ സംസ്ഥാനം ചില നടപടികൾ ആരംഭിക്കുകയും ചെയ്തു. മന്ത്രി GR അനിലിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് പ്രത്യേക മീറ്റിംഗ് ചേരുകയും ചെയ്തു. പൂഴ്ത്തിവെപ്പ് അടക്കമുള്ള കാര്യങ്ങൾ കർക്കശമായ നിലയിൽ നേരിടാനുള്ള ശ്രമം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനുമപ്പുറത്ത് പാചകവാതക സിലിണ്ടറുകൾക്ക് ഇത്തരം നിയന്ത്രണങ്ങൾ കൊണ്ടുവരുമ്പോൾ ആ നിയന്ത്രണത്തെ എങ്ങനെ മറികടക്കാൻ കഴിയും എന്നത് വലിയ പ്രതിസന്ധിയും ആശങ്കയായി നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഒരാഴ്ചയോ അല്ലെങ്കിൽ 2 ആഴ്ചയോ കഴിഞ്ഞാൽ ഇത് കടുത്ത പ്രതിസന്ധിക്ക് ഇടയാക്കും എന്ന കാര്യം ഉറപ്പാണ്. കാരണം ഹോട്ടൽ മേഖലകളിലും റെസ്റ്റോറൻറ്റ് മേഖലകളിലുമൊക്കെ ഈ പാചകവാതകത്തെ സംബന്ധിച്ചിടത്തോളം, പാചകവാതക സിലിണ്ടറുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ആവശ്യമുള്ള ഒരു കാര്യം കൂടിയാണ്. അത്തരം സാഹചര്യം കനത്ത പ്രതിസന്ധി സൃഷ്ടിക്കും എന്ന കാര്യവും ഉറപ്പാണ്. പക്ഷേ ബദൽ മാർഗങ്ങൾ ഒന്നും തന്നെ നിർദ്ദേശിക്കപ്പെട്ടിട്ടില്ല എന്നതും പ്രതിസന്ധിയുടെ ആക്കം കൂട്ടുകയും ചെയ്യുന്നുണ്ട്. സ്വാതി. ശരി, അനിൽ ജോർജ്, ഹോട്ടൽ മേഖലയെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് തീരുമാനം. ആ വിവരങ്ങളാണ് അനിൽ ജോർജ് നൽകിയത്.